വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് മണ്ഡലത്തിൽ പ്രചരണത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത്രയധികം രാഷ്ട്രീയ സ്വാധീനം, വ്യക്തിപരമായ സ്വാധീനം ഒക്കെ തന്നെ വി ഡി സതീശന് പറവൂരുണ്ട്. മാത്രമല്ല ഇത്തവണ അദ്ദേഹത്തിന് സംസ്ഥാനം മുഴുവൻ പ്രചരണത്തിന് പോകേണ്ട ഒരു സാഹചര്യം കൊണ്ട് എങ്ങനെയുണ്ട് പറവൂരിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? അല്ല, ഇവിടെ ഞാൻ അങ്ങനെ ഒരു ട്രെൻഡൊന്നും നോക്കാറില്ല. നമ്മൾ വീട്ടിൽ വന്ന പോലെ ഒരു വരവാണ് വരുന്നത്. പഴയതുപോലെ വരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. കാരണം യാത്ര കൂടുതലാണ്, എല്ലാ സ്ഥലങ്ങളിലും പോകണം, തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് പോകണം. ഇവിടെ ഞങ്ങളങ്ങനെ ഭൂരിപക്ഷവും മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. അവരെനിക്ക് എല്ലാ പ്രാവശ്യവും കൂടുതൽ ഭൂരിപക്ഷമാണ് തന്നിരിക്കുന്നത്. ഞാൻ 7000 വോട്ടിന് ജയിച്ചു തുടങ്ങിയാണ്. ഏറ്റവും അവസാനം 22,000 വോട്ടിനാണ് ജയിച്ചത്. അവർ തീരുമാനിക്കും. എനിക്ക് എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഡൽഹിയിലെ മാരത്തൺ ചർച്ച നടക്കുമ്പോൾ ഇവിടെ പ്രചരണം തുടങ്ങിയിരുന്നു. കാരണം ജനങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് മിനിയാന്നാണ്. നേരം വെളുത്തപ്പോഴേക്കും ഇവിടെ മതിലെല്ലാം എഴുതി കഴിഞ്ഞിരുന്നു. എന്നെ വിളിച്ച് വഴക്ക് പറയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാത്തതിൽ. ആ പോസ്റ്റർ വരെ അവരടിച്ച് അതിൻ്റെ പുറകിൽ പശ തേച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു പ്രഖ്യാപിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. എന്നെ വഴക്ക് പറയായിരുന്നു. പക്ഷെ നേരം വെളുത്തപ്പോഴേക്കും അതിനുള്ള സംഘടനാ സംവിധാനം. ഒറ്റ കാര്യം കൂടി, അതായത് മധ്യ കേരളമാണ് സ്വാഭാവികമായും കഴിഞ്ഞ 2 തവണയെ കുറച്ച് സീറ്റ് കുറയുന്നുണ്ട്. അതിന്റെ കൂടി ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിലും കാണുകയൊക്കെ ചേർന്നു. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ലേ പ്രധാനമന്ത്രി? തൂത്തുവാരും മധ്യ കേരളം. ഞാനത് പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങിയ 4 ജില്ലകളിൽ നിങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ട കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയമായിരുന്നു. 30 വർഷക്കാലത്ത്. അതായത് അവിടെ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ സൂചനയാണ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും മുഴുവൻ സീറ്റുകളും ജയിക്കും. എറണാകുളത്തും കോട്ടയത്തും ഏകദേശം അതിൻ്റെ അടുത്ത് വരും. വൻ വിജയമായിരിക്കും. അതായത് 2001 പോലും ഇല്ലാതിരുന്ന വൻ വിജയമായിരിക്കും ഈ മധ്യ കേരളത്തിൽ UDF ഉണ്ടാകുമ്പോൾ. ഒരു പരീക്ഷണം CPI നടത്തുന്നുണ്ട് മണ്ഡലത്തിൽ. അല്ല, അത് അവർക്ക് സ്ഥാനാർത്ഥി മത്സരിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളുടെ നിയമസഭയിലെ വളരെ അടുത്ത സഹപ്രവർത്തകരാണ്. നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ തമ്മിൽ. അതൊന്നും ഒരു വ്യക്തിപരമായ മത്സരമല്ല. അദ്ദേഹത്തിന് പാർട്ടി നിയോഗിച്ചു, അദ്ദേഹം വന്ന് മത്സരിക്കുന്നു. എന്നെ പാർട്ടി നിയോഗിച്ചു, ഞാൻ മത്സരിക്കുന്നു. ഞങ്ങളുടെ സൗഹൃദത്തിന് പോലും ഒരു പോറലേൽക്കാതെ അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനും ശ്രദ്ധിക്കും. ഒരു വാക്ക് പോലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് പറയേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒന്നുമില്ല. എനിക്കങ്ങനെ ഒരു പിണക്കമുള്ള ആളല്ല. ഞങ്ങൾ നല്ല സ്നേഹബന്ധം സൂക്ഷിക്കുന്ന തൊട്ടടുത്ത ജില്ലയിലെ ഒരു MLA കൂടിയാണ്. നല്ല സൗഹൃദത്തിലുള്ള ഒരാളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നതിന് മുമ്പുള്ള സ്നേഹബന്ധത്തിന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പോറൽ പോലും ഏൽക്കാൻ അദ്ദേഹം സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനും സമ്മതിക്കില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത്. ഏതായാലും നിലവിൽ പറവൂര് മാത്രമല്ല സംസ്ഥാനം മുഴുവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം. അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥിയെ വില കുറച്ച് കാണുന്നില്ല. അദ്ദേഹം അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ആ സൗഹൃദത്തിന് ഒരു പോറലേൽക്കാതെയുള്ള ശക്തമായ പോരാട്ടത്തിനായിരിക്കും പറവൂർ സാക്ഷിയാകുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ ബിബിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.